കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുഗോലു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ ഭാഗമാകില്ല. കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സ് 2024 ഭാഗമായിരുന്ന അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പകരം ഹരിയാന, മഹാരാഷ്ട്ര പ്രചരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2 വർഷം മുൻപ് പ്രശാന്ത് കിഷോർ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം പാർട്ടിയുടെ പൊതു തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുമായി ചർച്ചകൾ നടത്തി വന്നിരുന്ന രണ്ടാമത്തെ ഉന്നത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു കനുഗോലു. 2 വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ടീം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അണിയറയിൽ നയിക്കാൻ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ. ലോക്സഭാ പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ചെറിയ തിരിച്ചടിയാകുമെങ്കിലും BJPയിൽ നിന്നും കൂടുതൽ സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് ഒരു AICC ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. കനുഗോലു നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. തെലങ്കാനയിലും അദ്ദേഹം സജീവമാണ്. അതേസമയം കഴിഞ്ഞ വർഷത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ മോശം പ്രകടനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മെഷീനറിക്ക് കനുഗോലുവിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുന്നതായിരുന്നു. കനുഗോലു 2 സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായി പ്രാരംഭഘട്ടത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ കമൽനാഥോ അശോക് ഗെഹ്ലോട്ടോ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. 2 സംസ്ഥാനത്തും കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. മറുവശത്ത് കനുഗോലു പ്രചരണം ഏറ്റെടുത്ത തെലങ്കാനയിൽ വമ്പൻ വിജയം നേടുകയും ചെയ്തു. മുഖ്യമന്ത്രി കയ്യിലുണ്ടെങ്കിലും BJP അത്ര ശക്തമല്ലാത്ത സംസ്ഥാനമാണ് ഹരിയാന. കോൺഗ്രസ് അടങ്ങിയ മഹാവികാസ് അഘാഡി സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശിവസേനയിലെ കഴിഞ്ഞ വർഷത്തെ പിളർപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികളും ആർക്കും അത്ര സുരക്ഷിതമല്ല. ഈ വർഷം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ആന്ധ്രാപ്രദേശിലും കനുഗോലുവിന് ചുമതല ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ കോൺഗ്രസിനായി തന്ത്രം മെനയാൻ സുനിൽ കനുഗോലു എത്തുന്ന വാർത്തയും ഈ അടുത്തായി കേട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സുനിൽ കനുഗോലു കേരളത്തിലേക്ക് എത്തുന്നത്. കർണാടക സ്വദേശിയായ സുനിൽ കനുഗോലു BJP, DMK, അണ്ണാ DMK, അകാലിദൾ തുടങ്ങിയ പാർട്ടികൾക്കായി ഇതുവരെ 14 തെരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. ഭാരത് ജോഡോ യാത്രയുടെ പിന്നണിയിലും സജീവമായിരുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും പങ്കുവഹിച്ചു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ ഇമേജ് ഉയർത്തുന്നതിനിടയാക്കിയ നമുക്ക് നാമേ ക്യാമ്പയിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും സുനിൽ കനുഗോലു ആയിരുന്നു.